ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കീം 2026-ൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇതാ വന്നിട്ടുണ്ട്. ജൂലൈ 8-ന് രാത്രിയായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഒഫീഷ്യൽ സൈറ്റിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാനായിട്ട് നിങ്ങൾ കീമിൻ്റെ സൈറ്റിൽ കയറുക. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ അടിച്ച് കയറുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലായിട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത്. അതിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയതെന്നും നിങ്ങളുടെ ഏത് കോഴ്സാണ് കിട്ടിയതെന്നൊക്കെ ഉള്ളതും അതുപോലെ തന്നെ കോളേജ് ടൈപ്പും സീറ്റ് ടൈപ്പും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ തന്നെ പ്രിൻ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് പറഞ്ഞാൽ കയ്യിൽ വെക്കുക. അത് അത്യാവശ്യമാണ്. നമുക്ക് കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് അത് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ അതെടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അതിൽ ഓരോ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്, അതായത് സിക്ക് അടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്യൂഷൻ ഫീ ടു പെയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഫീസ് നിങ്ങൾ നാളെ, അതായത് ജൂലൈ 9 തൊട്ട് 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ട്യൂഷൻ ഫീ അയക്കാനായിട്ടുള്ള ടൈമുണ്ട്. അതായത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ നെറ്റ് ബാങ്കിങ്, ഇങ്ങനെ 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വീട്ടിലിരുന്നിട്ടായാലും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കഫീലാണെങ്കിൽ അങ്ങനെയും പോയി ചെയ്യാവുന്നതാണ്. നാളെ 9-ാം തീയതി തൊട്ട് 12-ാം തീയതി 4 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് അടയ്ക്കണം. അങ്ങനെ അടച്ചിട്ടില്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റിൽ അവരുടെ ബാക്കി ഹയർ ഓപ്ഷനിലൊക്കെ പൂർണ്ണമായിട്ടും ക്യാൻസലായി പോകും. പിന്നീട് നിങ്ങൾക്ക് കീമിൻ്റെ ഒരു അലോട്ട്മെൻറ്റിലും വരത്തതും ഇല്ല. അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർഫുള്ളായിട്ട് 12-ാം തീയതി 4 മണിക്കുള്ളിലാണ് നിങ്ങളൊരു ട്യൂഷൻ ഫീ എല്ലാവരും അടയ്ക്കണം. അതെല്ലാവർക്കും പലതായിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 8,000 ആണ്. നിങ്ങൾക്ക് അതുപോലെ എത്രയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് അത് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുക. ഇതിലായിരിക്കും നിങ്ങളുടെ പേര്, റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ നിങ്ങൾക്ക് കീമിൽ കിട്ടിയിട്ടുള്ള റാങ്കും ഇതൊക്കെ നിങ്ങൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് എടുത്താൽ അതിന് താഴെ തന്നെ കുറേ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് കോളേജിൽ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതായത് കൊണ്ടുപോകേണ്ട ചില ഡോക്യുമെൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ. ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ആൻഡ് ഡേറ്റ ഷീറ്റ്, ഇത് രണ്ടും നിങ്ങൾ എന്തായാലും ഒരു പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കുക. ഇനി ഫീസ് അടച്ചതിൻ്റെ ഒരു റെസിപ്റ്റ്, ഇനി +2 മാർക്ക് ലിസ്റ്റിൻ്റെ, അതുപോലെ തന്നെ പാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ TCയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ റിസർവേഷൻ ആനുകൂല്യമുള്ളവർക്കാണെങ്കിൽ അവരുടെ ഇതൊക്കെ വരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റും, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കുക കറക്റ്റായിട്ടും. ഇതൊക്കെ നിങ്ങൾ കയ്യിൽ കരുതി വെക്കണം. നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിരിക്കണം. ഇനി ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്നുള്ളത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ എടുക്കേണ്ട. കറക്റ്റായിട്ട് ഈ ഒരു കറക്റ്റ് ഒരു ഡേറ്റ് പറയും. അപ്പോൾ ആ ഒരു ഡേറ്റിന് നമ്മൾ പോയി അഡ്മിഷൻ എടുത്താൽ മതി. ആ ഒരു അഡ്മിഷന് ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതിപ്പോൾ തന്നെ പോയി അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അവർ തന്നെ ഒരു കറക്റ്റ് ഡേറ്റ് പറയും. അന്ന് മാത്രം നിങ്ങൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിലും പ്രൊഫഷണൽ അലോട്ട്മെൻറ്റിലും കിട്ടിയ സെയിം കോളേജ് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ആരും ഡേറ്റ് ഒന്നും മറക്കരുത്. ജൂലൈ 12 4 മണിക്കുള്ളിൽ തന്നെ എല്ലാവരും ആ ഒരു ട്യൂഷൻ ഫീ അടയ്ക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. വീഡിയോ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ.